എടി സന്ധ്യ, എന്റെ ബ്ലൂ ഷർട്ട് എവിടെ? അത് ഞാൻ അലക്കിയിട്ടിരിക്കേട്ടാ. അലക്കിയിട്ടെന്നോ? എടി ശരിക്കും നീ മന്ന മതിയടി. നിന്നോട് ഞാൻ പറഞ്ഞില്ല എന്റെ ഷർട്ട് എന്നോട് ചോദിക്കാൻ അലക്കണ്ടെന്ന്. അതാ സോഫയിൽ അഴിച്ചിട്ട് കണ്ടപ്പോ ഞാനെടുത്ത് അലക്കിയതാ. എടി ഞാൻ ഷോപ്പിലേക്ക് പോയ ഒരു 5 മിനിറ്റ് എടുത്താ, അപ്പോഴേക്കും അലക്കിയോ? എടി എടി നിന്നോട് ചെയ്യാൻ പറഞ്ഞ ഒരുപാട് കാര്യമുണ്ടല്ലോ, അതൊന്നും ചെയ്യാണ്ട് സത്യം പറഞ്ഞ നീ മരക്കഴുതിയാ. നിർത്തട, കൊറേ കാലമായി ഞാൻ കേൾക്കണു. അവളെന്താ നിന്റെ അടിമയാണോടാ? തോട്ടാനും പിടിച്ചിനൊക്കെ നീ കുറ്റം പറയുന്നത്. ആ കുട്ടി അതുകൊണ്ടോട് സഹിച്ചുകൊണ്ട് നിൽക്കണം. വളരെ പണങ്ങൾ ഇട്ടിട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ കാണായിരുന്നു. അമ്മേ, അത് എന്റെ ഭാര്യയാണ്, അവളെ ഞാൻ പലതും പറയും, അതിൽ അമ്മയുടെ പറഞ്ഞ നീ അത് ഉണക്കിട്ട് വേഗം അയൺ ചെയ്തതാ. എന്റെ മോളെ, നിന്നെ കൊണ്ട് നീ എത്ര പ്രാവശ്യം ഉണ്ട് പറയണ്. അവ പറയുന്ന വാക്കുകൾ മുഴുവൻ കേട്ടിങ്ങനെ പാവത്തിനെ പോലെ നിൽക്കണ്ടെന്ന്. ഇത്രയാവും പറഞ്ഞു നിനക്ക് എന്തായാലും തിരിച്ചൊന്ന് മറുപടി പറഞ്ഞൂടെ? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ പിന്നെ അവൻ നിന്നിങ്ങനെ തലയിൽ കയറുവോ? നീ ആർക്കും വേണ്ടി ഇങ്ങനെ താഴ്ന്നു നിൽക്കുക? അത് സാരമില്ലമ്മേ, ഏട്ടന്റെ സ്വഭാവം എനിക്ക് അറിയാവുന്നല്ലേ, കുറച്ചങ്ങ് ശരിയാവും. എന്തൊരു പാവോ! ഇന്ന് കാലത്ത് ഇങ്ങനത്തെ പെൺകുട്ടികൾ ഉണ്ടാവുമോ? എന്തായാലും അവള് പറഞ്ഞിട്ട് അവൻ മാറില്ല. ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. അളി എത്തി ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുക. ആ ശരി ശരി ശരി. ഞാൻ പുറത്തു പോകാൻ നീ ഞായറാഴ്ചല്ലേ? ചേച്ചി അളിയനും വരുന്നുണ്ട്. ഈ 2 കിലോ കോഴി വാങ്ങിട്ട്. ചേച്ചി അളിയനും വരുന്നുണ്ടാ? അന്നേരം പറയണ്ടായിരുന്നമ്മേ. അവർക്കൊന്നും ലീവല്ലേ? പിന്നെ അവൾ കൊറേ ആയി വന്നിട്ട്. നീ വേഗം പോയി എടുത്തിട്ട് വാ. ഞാൻ ഇപ്പൊ എടുത്തരമേ. എന്തായാലും പിള്ളേരെ വിളിച്ചു പറയട്ടെ ഞാൻ വരുന്നില്ല. ഇനിയിപ്പോ ലോകത്ത് എത്ര വലിയ കാര്യം പറഞ്ഞാലും പെങ്ങളെ പറഞ്ഞ അവൻ ജീവൻ കളയും. ഒരാളെ കൊണ്ടെങ്കിലും സ്നേഹം ഉണ്ടല്ലോ. എന്ത് പറയാനളിയാ, ഈ മന്ദബുദ്ധിനോട് ഞാൻ രാവിലെ തൊട്ട് പറഞ്ഞതാ കാറ് കഴുകുന്നു, അതാണ് ചെളി പിടിച്ച് കിടക്കുക. ഇവൾ അതും വിട്ടിട്ട് വേറെന്തോ പണിക്ക് പോയിരിക്കുക. അതും പോരാത്തന്നെ ഇവിടെ ഒരു മേക്കപ്പ് ഒന്നും കൂടെ തന്നാണ്ടല്ലോ. ഇതിനോട് ഞാൻ പറഞ്ഞല്ലേ കാറിന് എനിക്ക് ഇതാക്കുന്നുണ്ടെന്ന്, പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. അളിയാ വന്നിരിക്കേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? കുറെ ആയാലും നമ്മൾ കണ്ടിട്ട്. എടി നിനക്കെന്താ ഇത്രയ്ക്ക് ബോധമില്ല? കാറിൽ കേക്ക് വെച്ചിട്ടില്ലേ, മെൽറ്റായി പോലെ അത് എടുത്തിട്ട് വാ. എന്ത് പറയാനളി, എന്ത് പറഞ്ഞാലും ഒക്കെ മനസ്സിലാവില്ല. അതിന് എവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു പെങ്ങളെ? ഞാനേ ഒന്ന് ഫ്രഷ് ആയിട്ട് കേട്ടോ. പിന്നെ വീട്ടിൽ എന്തൊക്കെയുണ്ട് മോനെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ആമേ, വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നു. എടി നീ എന്റെ മൊബൈൽ എടുത്തോണ്ടോ? മൊബൈലോ? എവിടെ വെച്ച്? എവിടെ വെച്ചേന്നോ? എടി കഴുത, നീ അല്ല കൊണ്ടേ ചാർജിൽ വെച്ചത്, പോയി എടുത്തിട്ട് വാ. എന്ത് നോക്കി കാടി, പറഞ്ഞ മനസ്സിലാവില്ലേ? വേഗം കൊണ്ടുവാ. ഇത് എന്താടി ഇത്? ഇതിൽ ചാർജ് എവിടെ? നീ എന്താ വെറുതെ ചാർജിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണോ? സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഇവക്കൊന്ന് പറയണോ? ഞാൻ വന്നപ്പോ ശ്രദ്ധിക്കാൻ തുടങ്ങിയ എന്തിനാ അവളെ അനാവശ്യമായിട്ട് വഴക്ക് പറയുന്നത്? ഞങ്ങൾ അവളെ പൊന്നു പോലെ നോക്കുന്നത്, ഇതുവരെ ഒരു ആരും ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ട് കുഴപ്പമില്ല. ഇത് വെറുതെ ഓരോന്ന്. ഇതൊക്കെ പറഞ്ഞ് എനിക്ക് എന്ത് യോഗ്യതയുള്ളത്? നിന്റെ പെങ്ങളെ കുറച്ചു നേരം അളിയൻ ചെയ്ത് പറയുമ്പോഴേക്കും എനിക്ക് വിഷമമായില്ലേ? അതേപോലെ ഒരു പെൺകുട്ടിയല്ല അവിടെ ഉള്ളത്. നീ എത്ര കാലം അതിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കണത്? എടാ സുഹിതേ, സ്വന്തം ഭാര്യനെ മറ്റുള്ളവരുടെ മുന്നിലേ അപമാനിക്കുന്നതല്ല നല്ലൊരു ഭർത്താവിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. നീ ഇപ്പൊ നോക്ക്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായില്ലേ, ഞാനത് ഇന്നേ വരെ അനാവശ്യമായിട്ട് ഇവിടെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. രാവിലെ അമ്മ വിളിച്ചിട്ടേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്നെ ഒന്ന് ഉപദേശിക്കാനാ പറഞ്ഞേ. പക്ഷെ ഉപദേശിച്ചൊന്നും നിനക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല. അതുകൊണ്ടാ ഞങ്ങൾ രണ്ടാളും നേരിട്ട് വന്നിട്ട് നീ ഇത്രയും കാലം ഇവളോട് ഇവിടെ ചെയ്ത് എന്തൊക്കെയാണോ അതൊക്കെ കുറച്ചു നേരം ഒന്ന് കാണിച്ചു തന്നത്. അപ്പോഴത്തേക്ക് നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? ചില ഭർത്താക്കന്മാർക്കേ ഭാര്യമാരെ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കുന്നത് വളരെ രസമുള്ള ഒരു കാര്യമാണ്. സ്വന്തം വീടും അച്ഛനും അമ്മയും എല്ലാം ഉപേക്ഷിച്ചിട്ടേ ഒരു പെണ്ണ് കൂടെ ഇറങ്ങി വരുന്നതേ സ്വന്തം ഭർത്താവ് സംരക്ഷിക്കുന്നുള്ള ഉറപ്പില്ല.
അപ്പൊ നിങ്ങൾ തന്നെ അവളെ ഇങ്ങനെ തട്ടിക്കളിക്കാൻ നിന്നാല് പിന്നെ വേറെ ആരാടാ അവർക്കുള്ള? ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇതുപോലെ അനാവശ്യമായി ഭാര്യയെ വഴക്കു പറയുന്ന, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സ്വന്തം ഭാര്യയെ കളിയാക്കുന്നതും അപമാനിക്കുന്നതും ഹീറോയിസമായിട്ട് കാണുന്ന ഇതുപോലത്തെ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഭർത്താവ് എന്ന പദത്തിന്റെ അർത്ഥം അറിയാത്തതുകൊണ്ട് മാത്രമാണ് അവരിങ്ങനെയെല്ലാം ചെയ്തു കൂട്ടുന്നത്. അതുവരെ ജനിച്ചു വളർന്ന നാടും വീടും കുടുംബക്കാരും മാതാപിതാക്കളെയൊക്കെ വിട്ട് ഓരോ സ്ത്രീകളും ഭാര്യ എന്ന പദവി സ്വീകരിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് വരുന്നത് ജീവിതകാലം മുഴുവൻ തൻ്റെ ഭർത്താവ് തന്നെ സംരക്ഷിക്കും എന്ന ഉറപ്പിന്മേലാണ്. ആ ഒരു ഉറപ്പാണ് ഓരോ ഭർത്താക്കന്മാരും കാത്തു സൂക്ഷിക്കേണ്ടത്. ഭാര്യ എന്നത് ആരുടെയും അടിമയല്ല, അവർ നമ്മുടെ ജീവിത പങ്കാളിയാണ്. അതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്.